നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. 3 വർഷത്തേക്കാണ് അവരുടെ കാലാവധി. പിന്നീട് അത് ആ ഗവൺമെന്റ് മാറുന്നവരെ നീട്ടിക്കൊടുക്കും. 5 വർഷം ഒരാളുണ്ടാവും. സമൂഹത്തിൽ നീതിയും നിയമവും നടപ്പാക്കേണ്ട ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആളുകളെ നിയമിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നിർഭാഗ്യരെന്ന് പറയട്ടെ, എത്രയോ കഴിഞ്ഞ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി ഈ പ്രോസിക്യൂട്ടർ നിയമനത്തിൽ യാതൊരു മെറിറ്റും നോക്കാറില്ല. നേതാക്കന്മാരെ പിണിയാളുകളായി നടക്കുന്നവരും പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങുന്നവരും സുപ്രഭാതത്തിൽ പ്രോസിക്യൂട്ടർമാരെ അവതരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അവർക്ക് അതിനു മുമ്പുള്ള 7 വർഷം മതി ഒരു പ്രോസിക്യൂട്ടറായി അപ്പോയിന്റ് ചെയ്യും. അതൊരു വലിയ നീതി നിഷേധത്തിന് കാരണമുണ്ട്. ഏത് മന്ത്രിമാരുടെ ആളുകൾ വന്നോട്ടെ, പക്ഷെ അവർ എഫിഷ്യന്റ് ആയിരിക്കണം, മെറിറ്റ് ഉള്ളവരായിരിക്കണം. അതാണിപ്പോൾ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു വലിയ ചർച്ച ഉയർന്നു വരുന്നുണ്ട്. നമസ്കാരം. നീതി തേടിയുള്ള സാധാരണക്കാരന്റെ പോരാട്ടത്തിൽ അവന് ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ കോടതികളാണ്. അവിടങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. എന്നാൽ പലപ്പോഴും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം എന്തടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടുപിടിക്കുന്നവരും അവർക്ക് ജയ് വിളിക്കുന്നവരും പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാനായി സാധിക്കുന്നത്. പുതിയൊരു സർക്കാർ കേരളത്തിൽ അധികാരമേറ്റെടുത്തോടുകൂടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരാകാനുള്ള തിരക്കാണ് വക്കീൽ ഓഫീസുകളിൽ എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജിമാരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം. ഇത് തികച്ചും പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് അഭിഭാഷകനും നിയമവിദഗ്ധനുമായിട്ടുള്ള അഡ്വക്കേറ്റ് MS സജിയാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും സമൂഹത്തിൽ നീതി ഉറപ്പാക്കുന്നതും കോടതികളാണ്. ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട ആളുകളെയോ ആ വിഭാഗത്തെയൊക്കെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരികയും വിചാരണയ്ക്ക് വിധേയരാക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ചെയ്യേണ്ടത്. വലിയ ഉത്തരവാദിത്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സംഭവം നടന്ന് അതിൻ്റെ അന്വേഷണം നടത്തി, അന്വേഷണത്തിൻ്റെ ഭാഗമായി സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് അതിൻ്റെ രേഖകൾ കണ്ടെടുത്ത് അതിനുപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളടക്കമുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് കണ്ടെത്തി കോടതിയിൽ എത്തിക്കേണ്ട പണിയാണ് അന്വേഷണ ഏജൻസിക്കുള്ളത്. പോലീസാവാം, ക്രൈംബ്രാഞ്ച് ആവാം, CBI ആവാം, നമുക്കറിയാവുന്നു. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ആദ്യം എത്തുക. ഏത് കേസുകളുടെ ആദ്യം കുറ്റപത്രം കൊടുക്കുന്നത് മജിസ്ട്രേറ്റ് കോർട്ടിലാണ്. മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് അത് പരിശോധിച്ച് അതിൽ പിഴവുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പ്രതിക്ക് സമൻസ് അയക്കുകയും പിന്നീട് അത് സെഷൻസ് കോർട്ടിലേക്ക്, ഇത്തരം വലിയ കേസുകളൊക്കെ വിചാരണ ചെയ്യേണ്ടത് സെഷൻസ് കോടതികളിലാണ്, സെഷൻസ് കോർട്ടിലേക്ക് അത് കമ്മിറ്റ് ചെയ്യാന്ന് ചെയ്യുകയും ചെയ്തു. അവിടെ ഹാജരാകുന്നു. പിന്നെ അവിടുന്ന് സാക്ഷികൾക്ക് സമൻസ് അയക്കും, വിചാരണ ആരംഭിക്കുന്നു. അവിടെ മുതൽ ഈ പ്രോസിക്യൂട്ടറുടെ റോൾ ആരംഭിക്കുക. ഈ പ്രോസിക്യൂട്ടറാണ് ഇത്തരം കേസുകളിലെ തെളിവുകൾ കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ സാക്ഷികൾ, പല കേസുകൾ നമുക്കറിയാം, 100 കണക്കിന് സാക്ഷികളുള്ള കേസുകളുണ്ട്, 100 കണക്കിന് രേഖകളുള്ള കേസുകളുണ്ട്, ഒരുപാട് ആയുധങ്ങൾ കണ്ടെത്തിയ രേഖകൾ ഉണ്ടാവും. ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഈ കേസ് പ്രസന്റ് ചെയ്യുക, ഇത് സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ്, അർഹിക്കുന്ന ശിക്ഷ ഇതിന് കൊടുക്കണം എന്ന് കോടതിയെ ബോധിപ്പിക്കുന്ന പണിയാണ് പ്രോസിക്യൂട്ടറുകൾ. തത്തുല്യമായ ഒരു ഡിഫൻസ് ലോയർ ഉണ്ടാവും. പ്രതികളല്ല ഇത് ചെയ്ത്, അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ തെളിവുകളില്ല എന്നൊക്കെ വാദിക്കുന്ന ശക്തന്മാരെ അഭിഭാഷകർ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിന്റെ വിജയം എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറുടെ എഫിഷ്യൻസിയെ പ്രോസിക്യൂഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷനെ ആശ്രയിച്ചിട്ടാണ് ഒരു കേസിന്റെ വിജയം, പ്രത്യേകിച്ച് ഗുരുതരമായ കേസുകളുടെ വിജയം ഇരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. 3 വർഷത്തേക്കാണ് അവരുടെ കാലാവധി. പിന്നീട് അത് ആ ഗവൺമെന്റ് മാറുന്നവരെ നീട്ടിക്കൊടുക്കും. 5 വർഷം ഒരാളുണ്ടാവും. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നീതിയും നിയമവും നടപ്പാക്കേണ്ട ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആളുകളെ നിയമിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് LDF ആവട്ടെ UDF ആവട്ടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് പറ്റിയ പ്രോസിക്യൂട്ടർമാരെ വെച്ചു കൊടുക്കുന്നു. ജില്ലാ കോടതികളിലും അഡീഷണൽ സെഷൻസ് കോടതികളിലും ഒക്കെ ആയിട്ട് നിരവധി പ്രോസിക്യൂട്ടർമാർ, ഇപ്പോൾ കോഴിക്കോടൊക്കെയാണെങ്കിൽ 10ലധികം പ്രോസിക്യൂട്ടർമാരുണ്ട് പല കോടതികളിലുമായിട്ട്. എല്ലാ ജില്ലാ സെൻറ്ററുകളിലും ഒട്ടനവധി പ്രോസിക്യൂട്ടർമാരാണ് ജില്ലാ കോടതി, സെഷൻസ് കോടതികളിൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് വേണ്ടി, സമൂഹത്തിന്, സൊസൈറ്റിക്ക് വേണ്ടി കേസ് നടത്തുന്നു. നിർഭാഗ്യരെന്ന് പറയട്ടെ, എത്രയോ കഴിഞ്ഞ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി ഈ പ്രോസിക്യൂട്ടർ നിയമനത്തിൽ യാതൊരു മെറിറ്റും നോക്കാറില്ല. അത് മാറി മാറി വരുന്ന
അധികാരത്തിൽ വരുന്ന കക്ഷികളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പഴയകാല വിദ്യാർത്ഥി നേതാക്കന്മാർ, ഇപ്പോൾ കോൺഗ്രസ് ആണ് പഴയ KS നേതാക്കന്മാർ, CPM ആണ് പഴയ SFIക്കാർ, CPI ആണ് പഴയ ASFകാർ. അങ്ങനെ പാർട്ടിയും പാർട്ടി ഓഫീസുമായി കെട്ടുപിണഞ്ഞ് നടക്കുകയും ഈ ഒരു പ്രൊഫഷനോട് വലിയ കമ്മിറ്റ്മെൻറ്റോ അങ്ങനെ ഒരു പ്രതിബദ്ധതയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണമോ അതിൻ്റെ നിയമമായ പരിജ്ഞാനമോ ഒന്നും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ നല്ല സാലറിയുമാണ്, 1,00,000 മുകളിലൊക്കെ ശമ്പളമുള്ള പ്രതിഫലമുണ്ട്, ഹൈക്കോടതിയിൽ അതിലും കൂടുതലാണ്. അങ്ങനെ യാതൊരു മെട്ടും നോക്കാതെ നേതാക്കന്മാരെ പിണിയാളുകളായി നടക്കുന്നവരും പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങുന്നവരും സുപ്രഭാതത്തിൽ പ്രോസിക്യൂട്ടർമാരെ അവതരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അവർക്ക് അതിന് മുമ്പുള്ള 7 വർഷം മതി ഒരു പ്രോസിക്യൂട്ടറായി അപ്പോയിന്റ് ചെയ്യപ്പെടാൻ. 7 വർഷമുള്ള പരിചയമുള്ള പ്രാക്ടീസ് പറഞ്ഞാൽ എൻറോൾമെന്റ് പോലെ 7 വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം എത്ര കേസ് നടത്തിയെന്നോ, എത്ര മർഡർ കേസ് നടത്തിയിട്ടുണ്ട്, എത്ര പ്രമാദമൊന്നും ആവേണ്ട, എത്ര ഗുരുതരമായ കേസുകൾ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ഒരു വെരിഫിക്കേഷനും ഇല്ലെന്നേ. ഡേറ്റ് ഓഫ് എൻറോൾമെന്റ് മുതൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ദിവസം വരെ 7 വർഷം ആയി. ആ കാലം കഴിഞ്ഞു പോയാൽ നിങ്ങൾ 7 വർഷം എക്സ്പീരിയൻസ് ആയ ലോയറാണെന്ന് കരുതുകയും എന്നാൽ ജീവിതത്തിൽ ഒരു കേസ് പോലും നടത്താൻ അവസരം കിട്ടാത്ത ആളുകളോ നടത്താത്ത ആളുകളോ അതിന് താല്പര്യമില്ലാത്ത ആളുകളോ ഈ പോസ്റ്റിൽ കയറി ഇരിക്കുകയും ചെയ്യാം. അതൊരു വലിയ നീതി നിഷേധത്തിന് കാരണമുണ്ട്. പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ പ്രമാദമായ കേസുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കേണ്ട ആളുകളാണ്, സ്വകാര്യ വ്യക്തികളാണ്. വലിയ പ്രഗത്ഭരായ അഭിഭാഷകരെ പ്രോസിക്യൂട്ടർമാരായി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കൊടുക്കേണ്ടത് ഇവരാണ്. അതിനിപ്പോൾ എല്ലാവർക്കും പണമുണ്ടോ? ഇല്ല. നീതിയാണ് ലോകത്തിൽ ഏറ്റവും സൗജന്യമായി കൊടുക്കേണ്ടത്. സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നീതി സൗജന്യമായി നടപ്പാക്കുക എന്നുള്ളത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. പക്ഷേ ആ ചെയ്ത ആളുകൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്ത് സമൂഹത്തിനൊരു മാതൃകയായി ഇനി ചെയ്യരുത് എന്നുള്ള ഒരു സ്പിരിറ്റിലേക്ക് ഇതിനെ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറെക്കുറെ നീതി വാങ്ങിക്കൊടുക്കുക നമ്മൾ പറയുന്നത്. നീതി അതൊക്കെ ഒരു കൺസെപ്റ്റാണ് എങ്കിൽ പോലും. അപ്പം അതിന് യുക്തരല്ലാത്ത അഭിഭാഷകർ ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ്, ഞങ്ങൾ ഇന്ന പാർട്ടിക്കാരനാണ്, ഞങ്ങളെ നിയമിക്കണം എന്ന് പറയുകയും ഗവൺമെൻറ് അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അത്യന്തം ദയനീയമായ ഒരവസ്ഥയിൽ നമ്മുടെ ക്രിമിനൽ നിയമ പരിപാലനം അതിൻ്റെ നടപ്പിലാക്കൽ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. പല ജഡ്ജിമാരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സത്യത്തിൽ ശിക്ഷിക്കേണ്ട കേസാണ്. പക്ഷേ വേണ്ട രീതിയിൽ തെളിവുകൾ കൊണ്ടുവരുന്നതിൽ പ്രോസിക്യൂട്ടർമാർ പരാജയപ്പെടുകയാണ്. അവർക്ക് അറിയത്തില്ലെന്നേ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രോസിക്യൂട്ടറിൻ്റെ ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ പ്രതികൾ രക്ഷപ്പെടുന്നത്? സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ അവർ കൂറുമാറും. ഒന്നുകിൽ പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തും. പിന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ട് ഭീഷണിപ്പെടുത്തും. സംഘടിതമായ ഭീഷണി, ജീവനിൽ അങ്ങനെ ഭയമുള്ളത് കൊണ്ട് പലരും മാറ്റിപ്പറയും, പണം വാങ്ങി മാറ്റിപ്പറയും, മറ്റ് പല സ്വാധീനം കൊണ്ടും സാക്ഷിമൊഴി മാറ്റും. അങ്ങനെയാണ് പല കേസുകളും ശിക്ഷ അർഹിക്കുന്ന കേസുകളിൽ പോലും വെറുതെ വിടുന്നതിന് കാരണം അതാണ്. ഈ പ്രോസിക്യൂട്ടർമാർക്കൊരു പണിയുണ്ട്, ഒരു ജോലിയുണ്ട്. ഈ കൂറുമാറുന്ന സാക്ഷിയെ ക്രോസ് എക്സാമിൻ ചെയ്യാം. അവനവൻ്റെ സാക്ഷിയായിട്ടാണല്ലോ വരുന്നത്. പ്രോസിക്യൂഷൻ സാക്ഷി, അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥ തെളിവ് നിയമത്തിൽ അതിന് വ്യക്തമായ വകുപ്പുകളുണ്ട്. സ്വന്തം സാക്ഷി കൂറുമാറിക്കഴിഞ്ഞാൽ അയാളെ ക്രോസ് എക്സാമിൻ ചെയ്ത് ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് പ്രതിയെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി കളവ് പറയുകയാണ് എന്നുള്ള രീതിയിൽ അതിനെ ഹോസ്റ്റൈലാക്കുക എന്നാണ് അതിൻ്റെ സാങ്കേതികമായ ഹോസ്റ്റൈലായി ഡിക്ലെയർ ചെയ്തിട്ട്. അതായത് ഇയാൾ എനിക്കെതിരാണ്, ഇയാൾ മറുഭാഗത്തെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എന്നുള്ള ഒരു രൂപത്തിൽ സ്വന്തം സാക്ഷിയെ എതിർസ്ഥാനം ചെയ്ത് പ്രോസിക്യൂഷൻ സഹായകരമായ രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ കഴിയുന്ന എത്ര പ്രോസിക്യൂട്ടർമാർ കേരളത്തിലുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് വളരെ നിരാശാജനകമായിരിക്കും അതിൻ്റെ മറുപടി. അതൊക്കെ വലിയ പ്രാഗൽഭ്യം വേണ്ട പണികളാണ്, ജോലികളാണ് അതൊക്കെ. മറുഭാഗത്ത് നമ്മൾ ആലോചിക്കണം, അതിശക്തരും എക്സ്പീരിയൻസ് ഉള്ളവരും വളരെ പ്രഗത്ഭരുമായ അഭിഭാഷകരെ പ്രതിഭാഗം വലിയ പണം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അവരെ മറികടന്നിട്ട് വേണം, അല്ലെങ്കിൽ അവർ തത്തുല്യമായി നിൽക്കുന്ന ആളുകളാവണം പ്രോസിക്യൂട്ടർ. അപ്പം ഏത് പാർട്ടിക്കാരോ വന്നോട്ടെ, ഏത് മന്ത്രിമാരുടെ ആളുകൾ വന്നോട്ടെ, പക്ഷെ അവർ എഫിഷ്യൻ്റ് ആയിരിക്കണം, മെറിറ്റുള്ളവരായിരിക്കണം. അതാണിപ്പോൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു വലിയ ചർച്ച ഉയർന്നു വരുന്നുണ്ട്, അങ്ങനെ ഒരു ഡിമാൻഡ് വരുന്നുണ്ട്. ഇത് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങുകയും രാഷ്ട്രീയക്കാരൻ്റെയും മന്ത്രിമാരുടെയും വെട്ടിപിടിക്കുകയും അവന് ദാസിപ്പണി ചെയ്യുകയും ചെയ്യുന്ന യാതൊരു യോഗ്യതയും LLB എന്ന യോഗ്യത ഒഴികെ പ്രൊഫഷണലി യാതൊരു കോമ്പിറ്റൻ്റ് അല്ലാത്ത ആളുകളെ വെക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അത്യന്തം ദോഷം ചെയ്യും. അത് ഈ സൊസൈറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഈ പ്രോസിക്യൂട്ടർമാരുടെ നിയമനം എന്ന് പറയുന്നത് അപേക്ഷകളെല്ലാം കൂടെ കളക്ടർ ശേഖരിച്ചിട്ട് ഒരുപാട് നോട്ടിഫൈ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് അപേക്ഷകർ രാഷ്ട്രീയക്കാർ പല കോണിൽ നിന്നും രംഗത്ത് ചാടി വീഴും. അത് ഡിസ്ട്രിക്ട് ജഡ്ജിന് കളക്ടർ ഫോർവേഡ് ചെയ്യുകയാണ്.
അതിൽ നിന്ന് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ട് പിന്നെ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടാണ് അത് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്ര കാലം വരെ അത് ഫോർമാലിറ്റി ആയിരുന്നു. പല ജില്ലാ ജഡ്ജിമാർക്കും ഈ അപേക്ഷകരായിട്ടുള്ള ഈ അഭിഭാഷകരെ കുറിച്ച് അടുത്ത് അറിയണമെന്നൊന്നുമില്ല. എത്ര കാലമായി, എന്താണ് അയാളുടെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്നും അറിയണമെന്നൊന്നുമില്ല. അതിൽ നിന്നൊരു അപ്പോയിന്റ്മെന്റ് രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് കരകക്ഷികൾക്കൊക്കെ വീതം വെച്ച് കൊടുക്കാന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കേരള കോൺഗ്രസിന് ഇത്ര, അതിൽ തന്നെ A to Z വരെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവന്മാർക്ക് ഇത്ര, CPIക്ക് ഇത്ര, CPM ഇത്ര, കോൺഗ്രസിന് ഇത്ര, ലീഗിന് ഇത്ര. ഇത് വീതം വെച്ച് കൊടുക്കേണ്ട ഒരു പോസ്റ്റാണോ? ആണോ? ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ക്രൈമോ നടക്കുന്ന ആ വീട്ടിലെ അവസ്ഥ എന്താണ്? അവരോട് കമ്മിറ്റ്മെന്റ് കാണിക്കട്ടെ. അങ്ങനെ ലജ്ജാരഹിതമായി ഭരണകൂടം പെരുമാറാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഹൈക്കോടതിയുടെ ഇന്നലെ വന്ന ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ജില്ലാ ജഡ്ജിമാരുടെ റെക്കമെൻഡേഷന് പ്രാമുഖ്യം കൊടുക്കണം, പ്രൈമസി കൊടുക്കണം. ജില്ലാ ജഡ്ജിമാർ അവർക്ക് ഏറെക്കുറെ അന്വേഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാവുമല്ലോ ഈ വക്കീലിന്റെ കോമ്പിറ്റൻസ് എന്താണ്, ഒരു സെഷൻസ് കേസ് നടത്താനുള്ള ശേഷിയുണ്ടോ, അതിനുള്ള ത്രാണിയുണ്ടോ എന്നുള്ള നോക്കിയിട്ട് ജില്ലാ ജഡ്ജിമാരുടെ റെക്കമെൻഡേഷൻ കാര്യമായി പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചൊരു പ്രത്യാശാജനകമാണ്. എങ്കിൽ പോലും അപ്പോയിൻമെന്റ് ചെയ്യുന്ന സ്ഥലത്ത്, കാരണം ഈ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസിന് ഇതൊന്നും ബാധകമല്ലല്ലോ. കോടതി നിർദ്ദേശം എന്താണ്, കോടതി എന്തുകൊണ്ടാണ് അത് പറയുന്നത്, സമൂഹത്തിന്റെ താല്പര്യം എന്താണ്, ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ഞങ്ങളുടെ ശിങ്കിടികൾ, എൻ്റെ പാർട്ടി, എൻ്റെ മക്കള്, ബന്ധുക്കള്, അങ്ങനെ ഒരു ലെവലിൽ ചിന്തിക്കുന്ന, പലപ്പോഴും ഒരു മീഡിയോക്കർ ലെവലിനേക്കാൾ താഴെയുള്ള ആളുകളാണല്ലോ ഭരിക്കുന്നത്. അവർക്ക് പലപ്പോഴും, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അപ്പം അതിൻ്റെ പേരിലല്ല പറയണ്ട, പലപ്പോഴും ഭരണം കൈകാര്യം ചെയ്യുന്ന അത്ര ആളുകൾ, അവർക്ക് ഇതിൻ്റെ മൂല്യം മനസ്സിലാവില്ല, അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. അപ്പം അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രത്യാശ നൽകുന്നതാണ്. ഞാൻ ഉറപ്പായി വിചാരിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലാ ജഡ്ജിമാരും മെറിറ്റ് നോക്കി മാത്രമേ ഈ ലിസ്റ്റ് അയക്കുകയുള്ളൂ. ഇനിയിപ്പം പ്രത്യേകിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പിന്നെ പ്രോസിക്യൂട്ടർമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല ജില്ലകളിലും ക്വാൾ ഫോർ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൽ പലരും കയറാൻ വേണ്ടി പരസ്പരം ഇടിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്, കുതികാല് വെട്ടുന്നു ഒക്കെ നടക്കുന്നുണ്ട്. ഈ ലിസ്റ്റിനെയൊക്കെ ഈ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ ജില്ലാ ജഡ്ജിമാര് മെറിറ്റ് മാത്രം നോക്കി അങ്ങനെ ലിസ്റ്റ് അയക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിമാരും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്യുമെന്നാണ് എൻ്റെ പ്രത്യാശ. അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയക്കാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു പദവി എന്നല്ലാതെ സമൂഹത്തിന്റെ നീതിബോധവും സങ്കടപ്പെടുന്നവന്റെ ദുഃഖവും അവന്റെ കണ്ണീരും ഒക്കെ ആരും കാണാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഭക്ഷണ ദാരിദ്ര്യത്തെക്കാൾ വലിയ ഒരു സങ്കടമാണ് നീതി നിഷേധം, നീതി ദാരിദ്ര്യം, സംശയമില്ല.